ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ കോഴിമുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് പുഴുങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അത് 2 കഷ്ണമായിട്ട് മുറിക്കണം. മുറിച്ചിട്ട് നമുക്കിത് മസാലയിൽ തിരുമ്മണം കേട്ടോ. അപ്പോൾ മസാല തിരുമാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല കുറച്ച്, പിന്നെ ഗരം മസാല, പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചാലും മതി. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പുഴുങ്ങി കഷ്ണങ്ങളാക്കിയ കോഴിമുട്ട നമുക്ക് ഇതിലൊന്ന് മസാല തേച്ചെടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് അവിടെ വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഈ മസാല തിരുമ്മി വെച്ച കോഴിമുട്ട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ചെയ്യേണ്ട, കുറച്ചൊരു പാകത്തിന് ഈ മസാല ഇതാണ് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ പ്രത്യേക ശ്രദ്ധക്ക് നമ്മൾ കോഴിമുട്ട എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് അടച്ച് വെക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് നമ്മളത് കുറച്ച് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിടാം. അപ്പോൾ മറിച്ചിടുമ്പോഴും ഈ തീ ഓഫ് ചെയ്തിട്ട് മറിച്ചിടുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എന്നിട്ട് പിന്നെയും ഇത് അടച്ച് വെക്കണം. പിന്നെ ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടേസ്റ്റി പുഴുങ്ങിയ കോഴിമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്കൂളിൽ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.